ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയ്ക്കായി മൂന്നാം ദിനവും തിരച്ചിൽ ഊർജിതം. പരിക്കേറ്റ നിലയിലുള്ള കടുവ പ്രദേശത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വനം വകുപ്പും പറയുന്നത്. 2 ദിവസത്തേക്ക് ഗ്രാമ്പി മേഖലയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാമ്പിയിലെ തോട്ടം മേഖലയിൽ ഇറങ്ങിയ കടുവ കൂട്ടിൽ കുടുങ്ങുന്നതിനായി നാട്ടുകാരും വനം വകുപ്പും കാത്തിരിക്കുകയാണ്. എന്നാൽ വനം വകുപ്പിന്റെ ഇപ്പോഴത്തെ നിരീക്ഷണത്തിൽ കടുവയുടെ സാന്നിധ്യം ഈ മേഖലയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. രണ്ടു മാസമായി ഗ്രാമ്പിയിലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യമുണ്ട്. വളർത്തുമൃഗങ്ങളെ ഉൾപ്പെടെ പലപ്പോഴായി ആക്രമിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് അവശനിലയിൽ കടുവ ജനവാസ മേഖലയിൽ വീണ്ടും എത്തിയത്. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം കഴിഞ്ഞ 3 ദിവസമായി ഈ കടുവയ്ക്കായി തിരച്ചിൽ നടത്തുകയാണ്. കൂട് സ്ഥാപിച്ചു, തെർമൽ സ്കാനിംഗ് ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി. പക്ഷേ കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ കടുവ വീണ്ടും വനമേഖലയിലേക്ക് തിരികെ മടങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യതയും വനം വകുപ്പ് തള്ളുന്നില്ല. കിടന്ന ഡയറക്ഷൻ്റെ അപ്പുറത്ത് വേറൊരു കൊല്ലിയുണ്ട്, അവിടെ തന്നെ പോകാനുള്ള ഒരു സാധ്യത നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് ഡ്രോൺ വെച്ച് നോക്കും, എന്നിട്ട് അതിനുശേഷം നമ്മൾ സ്റ്റാഫ് തന്നെ ഇറങ്ങി നിരീക്ഷിക്കും. അധിക ദൂരം മാറി എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, എന്നാലും ഇന്നലത്തെ സ്ഥലത്ത് നിന്നും മാറിയിട്ടുണ്ട്. മനസ്സിലാക്കിയിടത്തോളം അതിന് ആരോഗ്യ പ്രശ്നമുണ്ടെന്ന് ആ വീഡിയോയിൽ വ്യക്തമാണ്. അത് എത്രത്തോളം ഉണ്ടോ നമുക്കറിയില്ല, എന്നാൽ പോലും ഒരു പരിധിയിൽ ദൂരം പോകാൻ സാധ്യത ഇല്ല. ഈ മേഖല തന്നെ കാണണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കടുവ അധിക ദൂരം സഞ്ചരിക്കാൻ സാധ്യതയില്ല. കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ചാവും തിരച്ചിൽ നടത്തുക. കടുവ എവിടെയാണെന്ന് സ്ഥിരീകരിച്ചാൽ ജനവാസ മേഖലയ്ക്ക് സമീപം സ്ഥാപിച്ച കൂട് മാറ്റി സ്ഥാപിക്കും. ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കടുവയെ കണ്ടെത്തുന്നതുവരെ മേഖലയിൽ പെട്രോളിംഗ് നടത്തുമെന്നും വനം വകുപ്പ് അറിയിച്ചു. തോട്ടം മേഖലയിലെ ജോലിയാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കഴിഞ്ഞ 2 ദിവസമായി അവർക്ക് ഈ മേഖലയിൽ ജോലിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ അടുത്തുള്ളൊരു സ്കൂളിന് അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ആളുകളുടെയൊക്കെ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.